ഈ ഈരാറ്റുപേട്ടയിലെ ചില മുസ്ലിം ലീഗുകാരാണ് PC ജോർജിനെതിരെ പരാതി നൽകിയത്. അദ്ദേഹത്തെ അങ്ങ് ജയിലിലിട്ട് പൂട്ടാമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം വീണ്ടും ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് ആദ്യം പറഞ്ഞത് തീവ്രവാദ ശക്തികൾക്കെതിരെ ഇനിയും തൻ്റെ പോരാട്ടം തുടരുമെന്നാണ്. ഒരു വെല്ലുവിളി രൂപേണയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം. അപ്പോൾ PC ഒതുങ്ങാൻ അദ്ദേഹത്തിന് ഒരു മനസ്സിലല്ലേ? അല്ലെ, PC പിടിച്ചു കെട്ടാനൊന്നും ആർക്കും പറ്റത്തൊന്നുമില്ല. PC പറയുന്നതൊക്കെ തന്നെ കാര്യങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികൾക്കെതിരെ പോരാടും. അത് ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ്. ഒരു രാജ്യസ്നേഹിയാണ് PC ജോർജ് എന്ന് തെളിയുകയാണ്. അല്ലാതെ കുന്തവും കുണച്ചക്രവും എന്ന് പറഞ്ഞാൽ നമ്മുടെ സജി ചെറിയാനെ പോലെ അല്ല അത്. അപ്പം രാജ്യസ്നേഹമല്ലേ വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പം രാജ്യത്തെ തകർക്കാനുള്ള തീവ്രവാദ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൂഞ്ഞാറിലൊക്കെ മുനവെച്ച വാക്കുകളാണോ? അന്നാന്ന് വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. അത് മുനവെച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഈരാറ്റുപേട്ടയിലുള്ളവർക്കും കൂടെ കൊടുത്തിരിക്കുകയാണ്. അതായത് അവിടെ പ്രവർത്തിക്കുന്ന ഈ തീവ്ര വിഭാഗമുണ്ടല്ലോ, SDPI വിഭാഗത്തിന് കൂടെ കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവതാരങ്ങളുണ്ട്, അവർക്കും കൊടുത്തിരിക്കുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിരന്തരം ഈ കേസുകളിൽ കുടുക്കി ജയിലടച്ച് ഒതുക്കാമെന്നായിരിക്കുമല്ലോ ഇവർ വിചാരിച്ചത്. അതിപ്പോൾ നടക്കുന്നില്ലല്ലോ. ഇനി അത് പറ്റത്തില്ല. കാരണം ഇവിടെ അദ്ദേഹം ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞത് അതിനകത്ത് നമുക്ക് വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. അടിവരയിടേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ അദ്ദേഹത്തിന് BJP കൂടെ നിന്ന് സംരക്ഷണം നൽകുകയാണ് വേണ്ടതെന്നുള്ളതാണ്. കാരണം ഇത് വളരെ അതിശക്തമായിട്ടുള്ളൊരു ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. എവിടെ പോയാലും നരേന്ദ്രമോദി തന്നെ പറയുന്നത് എന്താണ്? ഈ തീവ്രവാദ ശക്തികൾക്കെതിരെയാണ് ലോകം നിൽക്കേണ്ടത്. ഇപ്പോൾ 2047 ഇവരങ്ങ് രാജ്യത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം നമ്മൾ ഈ നമ്മുടെ സംസ്ഥാനത്തുള്ള ഈ തീവ്രവാദ സംഘടനകളെയും SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ നമ്മൾ കാണേണ്ടത്. അത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. അത് PC ജോർജിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് പൂഞ്ഞാറിലെ ജനങ്ങളെ മുഴുവൻ തൻ്റെയോടൊപ്പം ചേർത്ത് നിർത്തിയിരുന്നവരല്ലേ. തീവ്രവാദികളായി കഴിഞ്ഞപ്പോൾ അവരെ തഴയാൻ PC തയ്യാറെടുത്തതും അദ്ദേഹത്തിനെതിരെ ഒരു സംഘടിത ആക്രമണം നടക്കുന്നതായി അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടാകും. ഇത്തരത്തിൽ ഈ വിഭാഗക്കാരുടെ ഇടയിൽ നിന്ന് ഒരു സംഘടിതമായ നീക്കം ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പൂഞ്ഞാറ് പോലുള്ള പ്രദേശങ്ങളിൽ, ഈരാറ്റുപേട്ടയൊക്കെ ഇവരുടെ ഒരു മേഖലയാണ്, അല്പം സ്വാധീനമുള്ള ഇടമാണ്. അപ്പം ഈ ക്രൈസ്തവരും ഉണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ട് നിലവിലുണ്ടായിരുന്നപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരുന്നു ആ പ്രദേശം. അതോടൊപ്പം തന്നെ SDPIക്ക് അവിടെ കൗൺസിലർമാർ ഉൾപ്പെടെ ഉണ്ട്. ഈ എന്ന് വെച്ചാൽ ആ പ്രദേശങ്ങളൊക്കെ ഈ ഒളിത്താവളങ്ങളാക്കി എടുക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് നല്ലൊരു അജ്ഞാത കേന്ദ്രമാക്കി പലതരത്തിലുള്ള പരിശീലനങ്ങൾക്ക് പോലും സാധിക്കുന്നിടമാണ്. PC അങ്ങനല്ലല്ലോ പൂഞ്ഞാറിൽ കഴിഞ്ഞത്. PCക്ക് എല്ലാവരും ഒരുപോലെ ആയിരുന്നു. അവർ അച്ഛനോട് പോലും അല്ലേ, ക്രൈസ്തവ ദേവാലയത്തിൽ അച്ഛനോട് പോലും തൻ്റെ ഇടത്തോടു കൂടി നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നൊരു സ്വഭാവം PCക്കുണ്ട്. അല്ലാതെ ഓച്ചാനിച്ചല്ല നിൽക്കുന്നത്. അത് ഇവർക്ക് വേണ്ടി പോലും വാദിക്കും. ആർക്ക്? ഈ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർക്ക്. അദ്ദേഹം ഇങ്ങനെ ഒരു നിറഞ്ഞു നിൽക്കുകയാണ്. ഈ 2016 അദ്ദേഹത്തിൻ്റെ വിജയം ഏറ്റവും വലിയ വിജയമല്ലേ. കേരളത്തിൽ അത്തരത്തിലുള്ളൊരു വിജയം മറ്റൊരു MLA-മാർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. LDF-ൽ നിന്നും UDF-ൽ നിന്നും അല്ല PC-ക്ക് പിന്തുണ കിട്ടിയിട്ടുള്ളത്. അന്ന് 3 മുന്നണികൾ അവിടെ മത്സരിച്ചിട്ടുണ്ട്. അതെ, BJP മത്സരിച്ചിട്ടുണ്ട്. LDF-ഉം UDF-ഉം ഉൾപ്പെടെയുള്ള 3 പേര് മത്സരിച്ചിട്ട് ഇദ്ദേഹത്തിന് 20,000 വോട്ടാണ്. അന്ന് പലരും പറയുമായിരുന്നു, ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അന്ന് പറയും, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. 140 മണ്ഡലങ്ങളിൽ മത്സരം നടന്നതിൽ ഒരാളുടെ വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നേരാംവണ്ണം ജനങ്ങൾ അംഗീകരിച്ച് വിട്ട വിജയം. അത് PC ജോർജിന് കിട്ടിയതാണ്. അതാണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. ശരിയാണ്. ബാക്കിയെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള സാമുദായിക അടിസ്ഥാനത്തിലാണല്ലോ.
പക്ക രാഷ്ട്രീയം നോക്കാതെ സാമുദായിക അടിസ്ഥാനത്തിലാണ്. പക്ഷെ PC ജോർജ് ഇതൊന്നുമില്ലാതെ, PC ജോർജ് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചർച്ചകളിൽ വരും സജീവമായിട്ട്, വാർത്താമാധ്യമങ്ങളോട് നന്നായി പ്രതികരിക്കും, ആവശ്യങ്ങൾക്ക് അനുസരിച്ച്, അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങളിലെല്ലാം തന്നെ ഇടപെടൽ നടത്തും എന്നുള്ളതാണ്. അവസാനമായി കഴിഞ്ഞപ്പോഴെന്താ, LDFിലോട്ട് ചേക്കേറാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പിണറായി വിജയൻ അതിനകത്ത് താല്പര്യം കാണിച്ചില്ല, അകറ്റി നിർത്തിക്കളഞ്ഞു. അല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ പഴയ പിന്തുണയുണ്ടോ? കാരണം ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ BJP നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ഒരു സംസ്ഥാന നേതാവ് അദ്ദേഹത്തെ കാണാനോ അങ്ങനെ ശ്രമം നടത്തിയിട്ടില്ലല്ലോ. അല്ല, BJPയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് വീഴ്ചകളുണ്ട്. PCക്ക് വേണ്ട തരത്തിലുള്ള പിന്തുണ കൊടുക്കണമായിരുന്നു. ഇപ്പം ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോൾ പോലും അത് വന്നിട്ടില്ല. അത് വരണം. കാരണം PC തീവ്രവാദ ശക്തികൾക്കെതിരെയാണ് പോരാടുന്നത്. അപ്പോൾ ഈ ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരെ മുഴുവൻ ചേർത്ത് നിർത്താനും അത് പിന്നീട് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു വേളയാണ്. ഇടയിൽ തന്നെ അങ്ങനെ ഒരു ചിന്താഗതി വരുമല്ലോ, ഈ PC ജോർജിനെ ഒറ്റപ്പെടുത്തുന്നു, ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ചില നേതാക്കൾ പറയുന്നത് ഈ തങ്ങളോട് ചോദിക്കാതെയാണ് ചാനൽ ചർച്ചയിൽ PC ജോർജ് പോയതെന്നാണ് പറയുന്നത്. അതിപ്പോ ചർച്ചയിൽ ഇപ്പൊ എല്ലാവരോടും ചോദിച്ചുകൊണ്ടാണ് പോകുന്നത്. പാർട്ടിയുടെ അനുവാദമില്ലാതെയാണ്. അല്ലല്ല, പാർട്ടിയുടെ അത് BJP എന്നറിയാമോ, കുറച്ച് പേരെ എടുത്ത് വെച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക് പോകാനായിട്ട്, വീതിച്ച് കൊടുക്കും. പക്ഷെ പലയിടങ്ങളിലും ചെല്ലുന്നവരാരാ, വേണ്ട തരത്തിൽ എതിരാളികളോടെ പോരടിച്ച് നിൽക്കാൻ തക്കവണ്ണം ശേഷിയില്ലാത്തവരെ പോലും പറഞ്ഞു വിടാറുണ്ട്. PC അങ്ങനെ ഈ ഒരു ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്ന ആളല്ല, അത് വിട്ടു പുറത്തു വരുന്ന ആളാണ്. ശരീരം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടും. ചിലർ നമ്മളത് പറയുമ്പോൾ വിചാരിക്കുമോ അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടാണ്. ശരീരം കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ അങ്ങ് എഴുതിക്കൂട്ടി തയ്യാറാക്കി പോയിരുന്ന് പറയുകയല്ല, അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന ഒരു രീതിയാണ് PCക്കുള്ളത്. അല്ലാതെ ഒരു പ്രത്യേക ഒരു നിഷ്ഠയോടുകൂടി പോയിരിക്കുകയല്ല ചെയ്യുന്നത്, അപ്പോൾ കിട്ടുന്നതിനോട് പ്രതികരിക്കാനായിട്ട്. അപ്പോൾ ഇത് പല ഇടങ്ങളിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതെല്ലാം വിഷയങ്ങൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിയുമ്പോൾ, ബാർക്കോഴയുടെ പ്രശ്നമായാലും സോളാർ കേസിലും ഒക്കെ തന്നെ PCയുടെ ഇടപെടലും അഭിപ്രായങ്ങളും ഒക്കെ വളരെ ശക്തമായിരുന്നുള്ളതാണ്. അത് മാധ്യമങ്ങളൊക്കെ എടുത്ത് പിന്നീടും ഏറെ നാൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PCയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും PCയെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. PC പറയാനുള്ളത് പറഞ്ഞിരിക്കും, ആ പറയുന്നതെല്ലാം തന്നെ കുറിക്കൊള്ളുന്ന രീതിയിലുമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം സമുദായത്തിന് ഒരു ചോദ്യം ഉണ്ടാകും. ചോദ്യം എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ സഭയെ വേട്ടയാടുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ മതമേലധ്യക്ഷന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും ഉത്തരം? PCയെ വേട്ടയാടുമ്പോൾ അത് തങ്ങളുടെ മതത്തിലുള്ള ആളിനെ ആണല്ലോ വേട്ടയാടുന്നതെന്ന് അവിടുത്തെ മതമേലധ്യക്ഷന്മാർക്കുണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഈ ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകളിലൂടെ ഈ PCയെ വേട്ടയാടുന്നതിൽ. അപ്പോൾ അത് ഒരു വലിയ പോകുന്ന വിഷയം തന്നെയാണ്. അത് ഇത് BJP ഒരു അനുകൂല തരംഗമാക്കി എടുക്കാൻ കഴിയണമെന്നുള്ളതാണ്. ഇവിടെയാണ് ക്രൈസ്തവരുടെ ഒരു അദ്ദേഹത്തിന് ആരുടെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല, അദ്ദേഹം പോരാട്ടം തുടരുകയാണല്ലേ. PCയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് ഞാൻ 2016 തെരഞ്ഞെടുപ്പ് എപ്പോഴും പറയുന്നത്. അവിടെ ഒന്നും അദ്ദേഹം ആരുടെയും ഇത് കേട്ടിട്ടില്ലല്ലോ. 2016 ഞാൻ കണ്ടതാണ് മണ്ഡലത്തിൽ. ഇളക്കി മറിച്ചുകൊണ്ടാണ് ജനം കൊണ്ടു നടക്കുന്നത്. ഈ നമ്മൾ പറയത്തില്ലേ നെഞ്ചേറ്റി ലാളിക്കുക എന്ന്, ആ നെഞ്ചേറ്റി ലാളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം PC അത്രത്തോളം ഈ പൂഞ്ഞാറിൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും, ഇപ്പോൾ അദ്ദേഹത്തെ അവിടെ എതിർക്കുന്ന ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്കും അംഗീകരിക്കുന്നുണ്ട്. അവരൊക്കെ നടത്തുന്ന കടകളിലേക്ക് അദ്ദേഹം കയറി ചെല്ലുന്നു. അവരുടെ നോമ്പ് മുറിക്കുന്ന സമയത്ത് എല്ലാവരുടെ അടുക്കലും എത്തുന്നു, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. നാട് വിട്ട് അദ്ദേഹത്തിന് വേറൊരു കാര്യമില്ല. അവിടുത്തെ കാര്യങ്ങളിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് പലർക്കും, എത്രയോ പേർക്ക് അദ്ദേഹം ജോലി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ, ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക്. അപ്പം ഇതൊക്കെ ചില വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഇവരൊക്കെ ഇദ്ദേഹത്തെ തള്ളിക്കളയുന്നത് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇനിയിപ്പോൾ BJP ഇദ്ദേഹത്തിന് ഒരു നല്ല പദവിയിലേക്ക് കൊണ്ടുവരണം.
ഷോണിന് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടി എന്തെങ്കിലും പദവിയിലേക്ക് കൊണ്ടുവരും. അതുപോലെ PC ജോർജിനെ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നുയർത്താമെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും. അത് ഈ സംഭവം പോലെ തന്നെ അവസാന ഘട്ടം ഒരു പരിഗണന ഇല്ലാതാകുമോ? അല്ല, പരിഗണന ഇല്ലാതായാൽ PC എനിക്ക് തോന്നുന്നു മകനും പരിഗണന വേണമല്ലോ, അതുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ PC ജോർജിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് BJPയും പലതും പറയും. ഇപ്പം കേന്ദ്രമന്ത്രി ആകും. അത് പത്തനംതിട്ട സീറ്റ് നൽകാതിരുന്നപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, അദ്ദേഹം വിമർശനം പ്രതികരിക്കുകയും ചെയ്തു. പത്തനംതിട്ടയിൽ അദ്ദേഹം നിന്നിരുന്നുവെങ്കിൽ ഒന്നുകൂടെ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുള്ളതാണ്. അനിൽ ആന്റണി, നമ്മൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നോട് പറഞ്ഞ കാര്യം, അനിൽ ആന്റണി അവിടെ പോയി വോട്ട് ചോദിച്ചാൽ ആരോടാണോ വോട്ട്, അവിടെ ഏത് പ്രദേശത്ത് വോട്ട് ചോദിക്കുന്നു അവിടുന്ന് അപ്പം തന്നെ 50 വോട്ട് പോകും, വാ തുറന്ന് 50 വോട്ട് പോയിരിക്കും എന്നുള്ളതാണ്. PC അങ്ങനല്ലല്ലോ. PCയുടെ ഒരിളക്കി വരവാണ്, കാടിളക്കി വരുന്ന ഒരു വരവാണത്. അത് ഇനിയിപ്പോൾ അത് BJP ഗുണകരമാക്കി മാറ്റണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.